ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉവൈസ് പാണക്കാട്. സോ സ്ട്രാറ്റജി വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈച്ച് ആൻഡ് എവ്രി ഡേ വീഡിയോ കണ്ടൻറ്റുകൾ ഉണ്ടാക്കാനായിട്ട് പുതിയ പുതിയ സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കാറില്ല. സോ ഇന്നത്തെ ഈ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ സ്ഥിരം ഫോളോവറാണ് നിങ്ങൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തുടങ്ങുമ്പോൾ തന്നെ അറിയാം, ഓക്കെ ഇത് ഈ സംഗതി തന്നെയാണല്ലോ എന്ന്. ഇതേ ഒരു സംഗതി വെച്ചിട്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിഫ്റ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ പിന്നെ എന്തിന് സെപ്പറേറ്റ് ഒരു വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രേഡിംഗ് കണ്ടീഷൻസ് മാത്രമേ മാറുന്നുള്ളൂ. അതിനകത്ത് ആഡ് ചെയ്യപ്പെടുന്ന ചില കണ്ടൻറ്റുകൾ ചില പോയിന്റുകൾക്ക് മാത്രമേ മാറ്റം വരുന്നുള്ളൂ എന്നുള്ളതാണ്. സോ സ്ട്രാറ്റജിയിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. ടൈം ഫ്രെയിം മാറുന്നുണ്ട്, കണ്ടീഷൻസും മാറുന്നുണ്ട്. സോ ഇനി സ്ട്രാറ്റജിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു സ്ട്രാറ്റജിനെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതല്ലാന്നുണ്ടെങ്കിൽ ഫോർവേഡ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫോർവേഡ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം, സ്ട്രാറ്റജി ഉണ്ടാക്കാൻ ആൾക്കും എളുപ്പമാണ്, ഇത് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് പ്രയാസം എന്നുള്ളത്. സോ അങ്ങനെ സംശയമുള്ളവരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. ആര് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക? സംശയമുള്ളവരല്ല, ഇതേ സ്ട്രാറ്റജിനെ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന AOT ഫാമിലിയിലുള്ളവരാവട്ടെ, AOT ലൈവ് സെഷനിലുള്ളവരാവട്ടെ, ആ ഒരു സ്ട്രാറ്റജിനെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഇതിൻ്റെ ഒരു വിൻ റേഷ്യോ, അതല്ലെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിയൽ മാർക്കറ്റിൽ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംശയമുള്ളവർക്ക് സംശയം മാറിക്കിട്ടുന്നുള്ളതാണ്. അല്ലാതല്ലേ വേണ്ട, സംശയിക്കുന്നവർ സംശയിച്ചോട്ടെ. കാരണം ഹാർഡ് വർക്ക് എടുക്കുന്നവന് മാത്രമുള്ളതാണ് വിജയം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ, ഒരു ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അതിനെക്കുറിച്ച് സ്വപ്നം കാണാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു കോട്ടുണ്ടല്ലേ. അതേപോലെ നിങ്ങൾ ഹാർഡ് വർക്ക് എടുക്കാൻ റെഡിയായി കഴിഞ്ഞാൽ മാത്രമേ, നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. സോ നമ്മുടെ സെറ്റപ്പ് വോയിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടുന്നൊരു മെസ്സേജാണ്, ട്രേഡ് എടുക്കുന്നതിന് മുമ്പൊന്ന് മാർക്ക് ചെയ്ത് അയച്ചു തരുമോ എന്നുള്ളത്. അതായത് നമ്മുടെ AOT ഫോറക്സ് ഗ്രൂപ്പിൽ ട്രേഡ് കൊടുക്കാറുണ്ട് കുറച്ച് ആളുകൾ ഇൻ ദ സെൻസ് ഒരു 10-15 ആൾക്കാരുണ്ട്. ഇത് സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ഇതുവരെ ഹാർഷായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കീപ്പ് ഇൻ മൈൻഡ്. അതായത് നിങ്ങൾക്ക് ചോറ് പാത്രത്തിലാക്കി വിളമ്പി ഞാൻ തരുന്നുണ്ട്, ഇനി അത് ഉരുട്ടി വായിലും കൂടി വെച്ച് തരണം എന്ന് പറഞ്ഞാൽ നടപടിയാവുന്ന കേസല്ല മക്കളെ. നിങ്ങൾ നന്നാവേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. മേ ബി നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഇഷ്യൂ ഉണ്ടാവാം. ഞാൻ ഈ ട്രേഡ് എടുക്കുന്നുണ്ട്, ഞാൻ ആ ട്രേഡ് മാത്രമായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് അയച്ചു തരുന്നുണ്ട്, ഞാൻ ആ ട്രേഡ് എടുത്ത പൊസിഷൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ പിന്നെയും ഈ പേടി ഉണ്ടാവുന്നേ? നിങ്ങൾ ചെയ്യുന്നത് മിസ്റ്റേക്കാണ്, ഫൈൻ, ഓക്കെ, നിങ്ങൾ ചെയ്യുന്നത് മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ലോസ് ഉണ്ടായിട്ടുള്ളത്. ആ ലോസ് കൊണ്ടാണ് നിങ്ങൾക്ക് പേടി ഉണ്ടായിട്ടുള്ളത്. ബട്ട് ഞാനത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഞാനതിൻ്റെ പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ എടുത്ത പൊസിഷൻ്റെ സ്ക്രീൻഷോട്ട് അത് എപ്പോഴൊന്നും അയക്കാറില്ല. എപ്പോഴെങ്കിലും ഞാനത് അയക്കാറുണ്ട്. ആൻഡ് റീലായിട്ട് ഞാൻ എടുത്ത ബൈ എവിടെ നിന്നുള്ളത് ക്ലിയർ ആയിട്ട് ഞാൻ അയക്കാറുണ്ട്. സോ നിങ്ങൾ എഫേർട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. സോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ക്ലിയർ ആൻഡ് ക്രിസ്പായിട്ട്, ഓക്കെ ഇതാണ് എൻ്റെ പ്രിസൈസ് എൻട്രി പോയിൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും പറയില്ല. ആൻഡ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയുടെ കേസിലേക്കും പറഞ്ഞത്. സംശയം അല്ലെങ്കിൽ എഫേർട്ട് ഇടാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ, അതിന് എഫേർട്ട് ഇടാനായിട്ട് നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയം ദൂരീകരിക്കാനായിട്ടുള്ള അടുത്തൊരു വഴിയും കൂടി ഞാൻ പറഞ്ഞുതരാം. AOT ഗോൾഡൻ ഗ്രൂപ്പിലുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അതായത് AOT ഫോറക്സ് ഗ്രൂപ്പിലുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർട്ട് ഓഫ് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ടെലഗ്രാം ചാനലിലുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, കുറച്ച് മുന്നോട്ടുള്ള ഡാറ്റയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനവിടെ ഗോൾഡിൻ്റെ ട്രേഡ് തരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഗോൾഡിൽ അധികം ട്രേഡ് ചെയ്യാറില്ല. കാരണം ഞാൻ ഒന്നുകൂടി മോർ ഫോക്കസ് ഇൻ ടു US സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ഫോറക്സിൽ 2-3 കറൻസീസ് എന്നുള്ളതാണ്. അത് പറഞ്ഞു വന്ന കേസ്. ഗോൾഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റപ്പിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് നോക്കിയാൽ മതി, നമ്മുടെ പഴയ ഡാറ്റാസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ പഴയ ഡാറ്റാസിൽ ഞാൻ എവിടെയൊക്കെയാണോ ട്രേഡ് തന്നിട്ടുള്ളത്, ആ പോയിന്റുകൾ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും, അവിടെ എല്ലാം തന്നെ എന്തുണ്ടായിരുന്നു, ഇതേ ഒരു സെറ്റപ്പ് അവിടെ വർക്കായിട്ടുണ്ട്.
അതായത് ഇതേ ഒരു സെറ്റപ്പിലാണ് ഞാൻ ആ ഒരു സമയത്ത് ട്രേഡ് തന്നുകൊണ്ടേയിരുന്നത്. ഇപ്പോൾ ഞാൻ അഗെയിൻ പുതിയ ഒരു സെറ്റപ്പിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോർ മൈസെൽഫ്. ഞാനൊരു സൂപ്പർ സെറ്റപ്പായിട്ടുള്ള ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സന്ദീപ് വീണ്ടും വരും. സോ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെറ്റപ്പുമായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു നോമ്പിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രകാരമുള്ള ട്രേഡുകളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. സോ നമ്മൾ മടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റിൽ ക്ലിയർ ആൻഡ് ക്രിസ്പായിട്ട് പറയുകയാണ്, ഇതിനകത്ത് ലോസ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ലോസ് ഇല്ലാത്തൊരു പരിപാടി എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുന്ന കുറച്ച് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു ഗ്യാങ് ഓഫ് യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാനും ഇൻ്റർവ്യൂ ചെയ്യുന്ന അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. സോ നിങ്ങൾ അവരെ ഫോളോ ചെയ്താൽ മതി. അവരാണ് ലോസ് ഉണ്ടാക്കാത്ത ട്രേഡർമാരെന്ന് പറഞ്ഞാൽ. ഞാൻ ലോസ് ഉണ്ടാക്കുന്ന ട്രേഡറാണ്. സോ സ്ട്രാറ്റജിയിൽ 110% ആയിട്ട് വർക്ക് ആവുന്നൊരു സംഗതിയില്ല. പുതിയൊരു സ്ട്രാറ്റജിനെയല്ല പഠിപ്പിക്കുന്നത്. പ്രൈസ് ആക്ഷനാണ്, കംപ്ലീറ്റ്ലി പ്രൈസ് ആക്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്രൈസ് ആക്ഷനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇൻഡിക്കേറ്റർ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഒരു ടൂള് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ടൂള് തന്നെ മാർക്കറ്റിൻ്റെ ഒരു എന്താ പറയുക മൂവ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ടൂള് മാത്രമാണ്. സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ സെറ്റപ്പിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചാർട്ടിലേക്ക് പോകാം. നമുക്ക് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള നഗ്നമായ സത്യം ഞാൻ മനസ്സിലാക്കിയത്. സോ നമുക്ക് ക്വിക്കായിട്ട് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് പോകാം. ആൻഡ് എഗെയിൻ ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഓവർ ഡൗട്ടുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നമ്മളുടെ റെഫർ ചെയ്യാനുള്ള വീഡിയോസ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. സോ ആദ്യം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഗ്യാൻ ബോക്സ് എന്നുള്ള ടൂളിനെയാണ്. സോ ആദ്യം നമുക്ക് ആ ഒരു ടൂളിനെ പരിചയപ്പെടുത്താം. സോ സെറ്റിങ്സ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. സോ ഇതാണ് എൻ്റെ സെറ്റിങ്സ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. വേറെ ഒരു വ്യത്യാസവും ഞാൻ ഇതിനകത്ത് വരുത്തിയിട്ടില്ല. ഓക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഗോൾഡിലാണ്. ആൻഡ് ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് ബാക്കിയുള്ള ചാർട്ടിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി പറ്റും എന്നുള്ളത് തന്നെയാണ് ഉത്തരം. ബട്ട് ഫോറക്സിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 4 hour ടൈം ഫ്രെയിം ചാർട്ടിനെയും ഒരു 5 minute ടൈം ഫ്രെയിം ചാർട്ടിനെയും ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചുകൂടി ഒരു വലിയ ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ഗോൾഡിൽ എന്തുകൊണ്ട് 2 hour എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. പ്ലസ് നമ്മുടെ കയ്യിലുള്ള ബാക്ക് ടെസ്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടെലഗ്രാമിലൊക്കെ ഞാനത് ഒരുപാട് ഷെയർ ചെയ്തിട്ടുള്ള സെറ്റപ്പാണ്, എൻട്രി മെത്തേഡാണ്. അതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് പോയി നോക്കിയാൽ മനസ്സിലാവും. അതിനകത്തൊക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് 2 hour ടൈം ഫ്രെയിം ചാർട്ടിലാണ്. സോ അനാലിസിസിന് വേണ്ടിയിട്ട് ഞാൻ 2 hour ടൈം ഫ്രെയിം ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അനാലിസിസിന് വേണ്ടിയിട്ട് 2 hour ടൈം ഫ്രെയിം ചാർട്ട് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ 2 hour ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകും. എന്നിട്ട് ഞാൻ ആ ഒരു 2 hour ടൈം ഫ്രെയിം ചാർട്ടിൽ ഗ്യാൻ ബോക്സിനെ അപ്ലൈ ചെയ്ത് വെക്കും. അതായത് ഇതായിരിക്കും 2 hour ടൈം ഫ്രെയിം ചാർട്ടിൻ്റെ ഹൈ, ഇതായിരിക്കും 2 hour ടൈം ഫ്രെയിം ചാർട്ടിൻ്റെ ലോ. സോ ഈ ഒരു ക്യാൻഡിലിൻ്റെ ആ ക്യാൻഡിലിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, മാർക്ക് ചെയ്ത് വെക്കുകയാണ് ടു ട്രേഡ് ഓൺ വെരി നെക്സ്റ്റ് 2 hour. സോ ഇവിടെ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ആദ്യം ക്വിക്കായിട്ട് ഇവിടെ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ എന്തായിരിക്കും ചെയ്യാൻ പോണേ, ലെറ്റ്സ് സേ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് 2 hour ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് മാറിയിട്ട് എന്താണോ ഈ ഒരു ക്യാൻഡിൽ, ആ ഒരു ക്യാൻഡിലിൻ്റെ 2 hourനെ ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞിട്ട് പോകാമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലാവും. സോ ആദ്യം ഞാൻ എടുത്തിട്ടുള്ള ഇവിടെ നിന്നാണ് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഒരു ഇവിടെ നിന്നായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് റീസണൊന്നും ഉണ്ടായിട്ടില്ല. ചെയ്തു, ഇവിടെ എത്തിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. സോ ഫസ്റ്റ് തിങ് എന്താണ്, നമ്മൾ 2 hour ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിനെയും ലോയിനെയും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു ടു ട്രേഡ് ഓൺ ദിസ് ക്യാൻഡിൽ എന്നുള്ളതാണ്. സോ ട്രേഡ് ചെയ്യാനായിട്ടുള്ള ലോജിക്ക് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. സോ കണ്ടീഷൻസ് ആഡ് ചെയ്യേണ്ടത് ഗ്യാൻ ബോക്സിനെ നമ്മൾ വരച്ച് വെക്കുകയാണ്. 2 hour ടൈം ഫ്രെയിം ചാർട്ടിലെ ഗ്യാൻ ബോക്സിനെ നമ്മൾ വരച്ച് വെക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഹൈ വരുന്നത്, ഇതാണ് നമ്മുടെ ലോ വരുന്നത്. സോ നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബൈനെ പ്ലാൻ ചെയ്യും. ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് നോക്കുക 2 hour ടൈം ഫ്രെയിം ചാർട്ടിൽ. പിന്നെ ഇവിടുന്ന് ഒരു പോസിറ്റീവ് ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും, ബൈനെ പ്ലാൻ ചെയ്യും. ഈ ഒരു ലെവലുണ്ടല്ലോ, അതായത് ലോവർ ലെവലുണ്ടല്ലോ, ഇതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സെല്ലിനെ പ്ലാൻ ചെയ്യും. ഓറൽസ് ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ബൈയിൽ നിന്ന് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിനെ മാത്രം യൂസ് ചെയ്യുക. താഴത്തേക്ക് വന്നിട്ട് റീടെസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
ബാക്കിയുള്ള ക്വാണ്ടിറ്റി യൂസ് ചെയ്യുക. അതേപോലെ താഴത്തേക്ക് ഡയറക്റ്റ് ബ്രേക്കൗട്ടിൽ ചെറിയ ക്വാണ്ടിറ്റി മാത്രം പ്ലാൻ ചെയ്യുക. റീടെസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്വാണ്ടിറ്റിനെയും പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഗ്യാൻ ബോക്സിൻ്റെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്റ്റോക്കുകൾക്കൊക്കെ തന്നിട്ടുള്ള സെയിം സ്ട്രാറ്റജിയാണ്. സോ ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നും ആവശ്യമില്ല. സോ ഇവിടെ ഞാൻ പ്രൈസിനെ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 2 hour ടൈം ഫ്രെയിം ക്യാൻഡിലിൽ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഹൈനെയും ലോയിനെയും മാർക്ക് ചെയ്ത് വെച്ചു. ഈ ഒരു പോയിന്റിലെത്തിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഡയറക്റ്റ് ബ്രേക്കൗട്ട് തന്നു. ഡയറക്റ്റ് ബ്രേക്കൗട്ടിൽ ഞാൻ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്തു. ആൻഡ് ഇതിനകത്ത് ഞാൻ കീപ്പ് ചെയ്യേണ്ട SL എന്ന് പറയുന്നത് $2.5 ആണ്. ആൻഡ് ടാർഗറ്റായിട്ട് നമുക്ക് 1:3 പ്ലാൻ ചെയ്യാൻ പറ്റും. അതായത് $7.5 എനിക്ക് ടാർഗറ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ആസ് പെർ വിന്നിംഗ് റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിന്നിംഗ് റേഷ്യോ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ടോട്ടൽ വിജയിക്കുന്ന ട്രേഡുകളിൽ എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും ഒരു 60% ട്രേഡുകൾക്കും നിങ്ങൾക്ക് $10 ടാർഗറ്റ് തരും. ബാക്കിയുള്ള 40% ട്രേഡുകൾ നിങ്ങൾക്കൊരു $7.5 ടാർഗറ്റും തരും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ടോട്ടലി നിങ്ങൾ വിജയിക്കുന്നത് 60 ട്രേഡാണെന്നുണ്ടെങ്കിൽ ആ 60 എണ്ണത്തിൽ 60% ഇത്രയും തരും, ബാക്കിയുള്ള 40% ഇത്രയും തരും എന്നുള്ളതാണ്. അതല്ലാതെ ഒരിക്കലും 100% സ്ട്രാറ്റജി വിന്നിങ് മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല പറഞ്ഞതിനർത്ഥം. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഇവിടെ നിന്നാണ് നമ്മളുടെ ട്രേഡ് വരേണ്ടത്. ആൻഡ് ആക്ച്വൽ ട്രേഡ് വരേണ്ടത് റീടെസ്റ്റിലായിരുന്നു. റീടെസ്റ്റിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. എഗെയിൻ പിന്നെ ഈ ഒരു സെറ്റപ്പിൽ നമ്മളുടെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അത് ടാർഗറ്റിലേക്കൊക്കെ പോയി ഹിറ്റ് ആയിട്ടുണ്ട്. ബട്ട് റീടെസ്റ്റിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. ബട്ട് അടുത്ത ക്യാൻഡിലേക്ക് വരുമ്പം എന്താ സംഭവിക്കുന്നത്, ഈ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ഞാൻ ഈ ഒരു ഗ്യാനിനെ ഞാൻ ഒഴിവാക്കി. ഇനി ഞാൻ ഗ്യാനിനെ എടുക്കാൻ പോകുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. കാരണം അടുത്ത എൻ്റെ ട്രേഡ് വരാൻ പോകുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. ഇഫ് ഈ ഒരു പോയിന്റിൽ എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ട്രേഡിനെ എനിക്ക് സ്റ്റിൽ ഹോൾഡ് ചെയ്യാം കേട്ടോ. SL കോസ്റ്റിലേക്ക് വെച്ചിട്ടൊക്കെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിൽ എനിക്ക് ഹോൾഡ് ചെയ്യാം. ബട്ട് ഇൻ ദിസ് കേസ് ഇവിടെ എന്തായിട്ടുണ്ട്, ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. സോ അടുത്തതായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ക്യാൻഡിലെ ഹൈയിനെയും ലോയിനെയും മാർക്ക് ചെയ്ത് വെച്ചു. ഇതാണ് എൻ്റെ ഹൈ വരാൻ പോകുന്നത്, ഇതാണ് എൻ്റെ ലോ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ട്രേഡിംഗ് സെഷനിൽ ഹൈയിലേക്കും ലോയിലേക്കും മാർക്കറ്റ് വന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുമില്ല. സോ അതോടുകൂടി ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി എൻ്റെ ഗ്യാനിനെ ഇവിടെ വരച്ച് വെച്ചു. സോ ആ ഒരു ഗ്യാൻ വന്നിട്ടുള്ള പോയിന്റ് ഇതാണ് ലോ, ഈ ഒരു പോയിൻ്റാണ് ഇതിൻ്റെ ഹൈ എന്ന് പറയുന്ന പോയിന്റ്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അടുത്തതായിട്ട് ഈ ഒരു പോയിന്റിൽ വന്നിട്ട് മാർക്കറ്റ് നേരെ താഴെ വന്നിട്ട് കിസ് ചെയ്തിട്ട് ഈ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എനിക്ക് എന്താക്കി തന്നു, എൻട്രി ആക്റ്റീവ് ആക്കി തന്നു. അതല്ലാന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഈ ഒരു ഹാമർ ക്യാൻഡിലൊക്കെ ആയിട്ട് എൻ്റെ എൻട്രി ആക്റ്റീവായി തന്നു. ഭൂം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ടാർഗറ്റായിട്ട് കാണിച്ചു. ആൻഡ് ആ ഒരു സെയിം സെഷനിൽ ടാർഗറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അടുത്ത സെഷനിലാണ് ടാർഗറ്റായിട്ട് വന്നിട്ടുള്ളത്. സോ അടുത്ത സെഷനിൽ നമ്മൾ പിന്നെ ഈ ഒരു സെഷനിൽ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ട്രേഡോ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ചാർട്ടിനെ ഞാൻ വാച്ച് ചെയ്യുന്നില്ല. പിന്നെ എഗെയിൻ എനിക്ക് വന്നിട്ടുള്ളത് ഈ ക്യാൻഡിലാണ് ഞാൻ എൻ്റെ എൻട്രിനെ മാർക്ക് ചെയ്യാൻ പോകുന്നത്, ടു ട്രേഡ് ഓൺ ദിസ് ക്യാൻഡിൽ എന്നുള്ളതാണ്. സോ എഗെയിൻ ഞാൻ ഈ ഒരു ക്യാൻഡിലിലെ എൻട്രിനെ മാർക്ക് ചെയ്തു. ആൻഡ് അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നമുക്ക് പിന്നെ താഴത്തേക്കുള്ള ട്രേഡ് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ബട്ട് ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഡയറക്റ്റ് ബ്രേക്ക് ഔട്ട് ട്രേഡ് വന്നിട്ടുണ്ട്, അതിനകത്ത് SL വന്നിട്ടുണ്ട്. താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ ട്രേഡ് ഈ ഒരു പോയിന്റിലേക്കായിട്ട് വന്നിട്ടുണ്ട്, അതിനകത്തും SL വന്നിട്ടുണ്ട്. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സെഷനിൽ ഒരു SL മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളതാണ്. എന്താണ് ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ, ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ 2 hour ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു ക്യാൻഡിൽ എന്നുള്ളതാണ്. 2 hour ക്യാൻഡിൽ അല്ലെങ്കിൽ 2 hourൻ്റെ ഉള്ളിൽ ഞാൻ ഒരൊറ്റ SL മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളതാണ്. എങ്ങോട്ടാണെന്നുണ്ടെങ്കിലും ഒരു SL കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി നിർത്തിക്കൊള്ളുക. സോ ഇപ്പോൾ ഈ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ബ്രേക്കൗട്ടിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SL കിട്ടി, നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, താഴത്തേക്ക് വീണ്ടും വന്നു, ഇവിടെ എന്താവുകയാണ്, താഴത്തേക്കുള്ള ട്രേഡിലും SL കിട്ടുകയാണ്. സോ SL വാങ്ങി ചറപ്രാവ് വാങ്ങി മരിക്കുന്നതിനേക്കാളും നല്ലത് ഒരു SL പരിപാടി നിർത്തുകയാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ആന കുത്താൻ വന്നാലും ഓടില്ല എന്ന് പറഞ്ഞ പോലെ ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് എല്ലാവർക്കും പറ്റും. ഒരാൾക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും. സോ ഇപ്പോൾ ഈ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഡയറക്റ്റ് ബ്രേക്കൗട്ട് ആയിരുന്നു. ഇതാണ് ഗ്യാൻ്റെ ലെവൽ. ഈ ഒരു ഗ്യാൻ്റെ ലെവലിൽ ഡയറക്റ്റ് ബ്രേക്കൗട്ട്, റീടെസ്റ്റോ കാര്യങ്ങൾക്കൊന്നും വന്നിട്ടില്ല. ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇവൻച്വലി അത് വന്നിട്ട് പിന്നെ കോസ്റ്റിലൊക്കെ ആയിട്ട്, കോസ്റ്റിൽ എന്ന് പറയാൻ കാരണം എന്താണ്, 1:1 വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ട്രയലിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് $2.5 ഞാൻ SL കീപ്പ് ചെയ്തു. 2.5 വന്നു, $3 ടാർഗറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രയൽ ചെയ്ത് പോകാം. ഏറ്റവും മിനിമം കോസ്റ്റിലേക്കെങ്കിലും വെക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവൻ വന്നിട്ട് കോസ്റ്റിൽ ഹിറ്റായി. ബട്ട് അടുത്ത ക്യാൻഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഡയറക്റ്റ് ബ്രേക്ക് ഡൗൺ എൻട്രിയാണ് ആക്റ്റീവ് ആവുന്നത്. സോ എനിക്കിവിടെ പിന്നെ ടാർഗറ്റിലേക്ക് എത്തുന്നില്ല. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെൽ എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെൽ എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ പിന്നെ ഇവിടുന്ന് നമ്മുടെ സെൽ എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പം വാട്ട് ഇഫ് ഇപ്പോൾ നിങ്ങൾ ആ ഒരു പോയിന്റിൽ ട്രേഡ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഇപ്പം ഈ ഒരു പോയിന്റ് നമ്മുടെ സെൽ എൻട്രി ആക്റ്റീവ് ആവുന്ന പോയിന്റ് അല്ലേ, ആണ്.
ഈ ഒരു ക്യാൻഡിൽ അവിടെ ടച്ച് ഉണ്ട്, യെസ് ടച്ച് ഉണ്ട്. ഇപ്പം പിന്നെ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ചാർട്ടിൽ ഇല്ലാണ്ടിരിക്കാനും ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ ചാർട്ടിൽ ഈ ഒരു ട്രേഡ് നിങ്ങൾ ചാർട്ടിൽ ഇല്ലാണ്ടിരിക്കാനും ചാൻസ് ഉണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ മാർക്കറ്റിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത ട്രേഡ് വരാൻ പോകുന്നത് ഏതാ, ഈ ഒരു സെഷനിലാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ സെല്ലാണ്. ആൻഡ് അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വലിയ ടാർഗറ്റ് ഉണ്ട്, 7 പോയിട്ട് 12ഉം 13ൻ്റെ അടുത്തുള്ള ടാർഗറ്റ് ഉണ്ട്. സോ അത് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിടിക്കുക എന്നുള്ളതാണ്. എന്നെക്കൊണ്ട് ഞാൻ പിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാനത് പിടിക്കൂല എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ഒരു പിന്നെ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് പിടിച്ചിട്ട് ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയി വെക്കുന്ന സെല്ലറോ ട്രേഡറോ അങ്ങനത്തെ ഒന്നുമല്ല. ഞാൻ സാധാ നിങ്ങളെപ്പോലുള്ള സാധാ മനുഷ്യനാണ്. സ്റ്റോപ്പ് ലോസുകൾ എടുക്കുന്ന, ചെറിയ ചെറിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യുന്ന അങ്ങനെയുള്ള മനുഷ്യൻ തന്നെയാണ്. ഒരു പിന്നെ എന്താ പറയുക, എക്സ്ട്രാ ഓർഡിനറി സൂപ്പർ പവറൊന്നും അല്ല ഞാൻ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പുറത്തുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരെ. ഞാൻ ആ കൂട്ടത്തിലൊന്നും പെടൂല എന്നുള്ളതാണ്. ഞാൻ സാധാ മനുഷ്യനാണ്. ഞാൻ എപ്പോഴും ഇന്നർ വെയർ പാൻറ്റിനടിയിലാണ് യൂസ് ചെയ്യുന്നത്. അവർ സൂപ്പർമാൻ്റെ കാറ്റഗറിയാണ്, അതൊക്കെ പുറത്തിട്ട് കിടക്കുന്ന ആൾക്കാരാണ്. ഞാനതല്ല. അപ്പം പറഞ്ഞു വന്ന കേസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. സഫറുള്ള നോമ്പ് വരിട്ടാണ് ഞാൻ ഈ പറയുന്നത്, പറയിപ്പിക്കുക കേട്ടാ. ലൈക്ക് അടുത്തതായിട്ട് ഇപ്പം ഈ ഒരു ലെവലിൽ ഞാൻ എന്ത് ചെയ്യാണ്, മാർക്ക് ചെയ്യാണ് ടു ട്രേഡ് ഓൺ വെരി നെക്സ്റ്റ് സെഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ബ്രേക്ക് ഔട്ടാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ഡയറക്റ്റ് ബ്രേക്ക് ഔട്ടിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു ട്രേഡ് ഉണ്ട്, ടാർഗറ്റിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഓൺ സോ ഫാർ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി സ്ട്രാറ്റജി വീഡിയോ, അതായത് നമ്മുടെ പ്ലേലിസ്റ്റിൽ സ്ട്രാറ്റജി പ്ലേലിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. സോ അവിടെ ഞാൻ നിഫ്റ്റിക്ക് വേണ്ടിയിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് വേണ്ടിയിട്ടും സ്റ്റോക്കുകൾക്ക് വേണ്ടിയിട്ടും ഈവൻ എത്തീറിയത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു മെത്തേഡിനെ യൂസ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഒരു മെത്തേഡിൽ വിൻ റേഷ്യോ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിൽ തന്നെ എഗെയിൻ ഞാൻ മാറ്റിയും തിരിച്ചും യൂസ് ചെയ്യൂല. സോ എന്ത് മാത്രമേ വരുത്തിയിട്ടുള്ളൂ, മാറ്റങ്ങൾ റൂൾസിൽ മാത്രം മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൂ. എത്തീറിയത്തിൽ 4 hours ടൈം ഫ്രെയിം ചാർട്ടാണ് നോക്കിയിട്ടുള്ളത്. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടാണ് നോക്കിയിട്ടുള്ളത്. ഇവിടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ 2 hour ടൈം ഫ്രെയിം ചാർട്ടാണ്. ആൻഡ് ടു ടേക്ക് എൻട്രി 3 minute ടൈം ഫ്രെയിം ചാർട്ടിനെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് എഗെയിൻ റൂൾസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ക്യാൻഡിൽസ് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിലിനെ സ്കിപ്പ് ചെയ്തോളാം. ആ ഒരു ക്യാൻഡിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. വെരി നെക്സ്റ്റ് ക്യാൻഡിൽ പ്ലാൻ ചെയ്യുക. ആൻഡ് ഏറ്റവും മിനിമം $2.5 SL-നായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് $7 to $10 ടാർഗറ്റിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 1:2 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ 1:1 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ SL-നെ കംപ്ലീറ്റ്ലി കൊടുക്കാണ്ടിരിക്കുക. SL-നെ കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. ആൻഡ് പിന്നെ ഒരു സെഷനിൽ ഒരു SL എന്നുള്ള ലെവലിൽ മാത്രം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആ സ്ട്രാറ്റജിയിൽ ആ സെറ്റപ്പിൽ ഉണ്ടാകുന്ന കോൺഫിഡൻസ് ആണ് നമുക്ക് കാശ് തരുന്നത്. ഒരിക്കലും സ്ട്രാറ്റജി അല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എൻ്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനിടയിലേക്ക് ഈ ഒരു വീഡിയോനെ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.